G7 ഉച്ചകോടിക്കിടെ കനേഡിയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ കനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ എടുക്കാൻ കാർണി മോദി കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇരു രാജ്യങ്ങളും ഉടൻ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. ഖലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് 2023 അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ട്രൂഡോയുടെ ആരോപണത്തിന് പിന്നാലെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇന്ത്യ കാനഡയിലെ ഹൈക്കമ്മീഷണറെയും മറ്റ് 5 നയതന്ത്രജ്ഞരെയും തിരിച്ചു വിളിക്കുകയും കനേഡിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. മെയ് മാസത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരത്തിലേറിയ ശേഷം ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഇരുപക്ഷവും സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. കാനഡ ആതിഥേയത്വം വഹിച്ച G7 ഉച്ചകോടിക്കിടെ നടന്ന മോദി കാർണി ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ മുഖ്യ അജണ്ടയും ഇതായിരുന്നു. ഇന്ത്യ കാനഡ ബന്ധത്തിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിന് ക്രിയാത്മക നടപടികൾക്ക് ധാരണയായ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളിലും ഹൈക്കമ്മീഷണർമാരെ പുനർനിയമിക്കുന്നതിന് തീരുമാനമായി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാമ്പത്തിക വ്യാപാര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിന്റെ പ്രാധാന്യവും നേതാക്കൾ ഊന്നി പറഞ്ഞു. ഊർജ്ജം, AI, വിദ്യാഭ്യാസം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഭാവിയിലെ സഹകരണത്തിനുള്ള സാധ്യതകളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.